Good morning, students. നീൽസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇത് ആരോ കമന്റ് ബോക്സിൽ എഴുതി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നാഷണൽ സിംബൽസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക് എടുക്കുമോ എന്ന്. അപ്പൊ അത് കണ്ടത് പ്രകാരമാണ് ഞാൻ ഇന്ന് ഈ ടോപ്പിക് എടുക്കുന്നത്. ഇത് പ്രധാനമായിട്ടും എടുക്കാൻ കാരണം അതായത് എനിക്ക് തോന്നുന്നത് ആ പറഞ്ഞ കുട്ടി ഇത് പറയാൻ കാരണം ഇതിൽ കുറച്ച് ശാസ്ത്രീയ നാമങ്ങൾ വരുന്നുണ്ട്, പിന്നെ ഓരോന്നും അംഗീകരിച്ച വർഷങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്നും കൂടി ഒന്ന് തറവാകാൻ വേണ്ടിയായിരിക്കാം. എനിവേ ഇങ്ങനൊരു ടോപ്പിക്ക് സജസ്റ്റ് ചെയ്തതിന് അതാണ് വെരി ഗുഡ്, നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്നറിയോ, ഇതിൽ ശാസ്ത്രീയ നാമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കലുണ്ട്. മാത്രമല്ല ഓരോന്ന് ഇപ്പൊ ദേശീയ പതാകയാണെങ്കിലും ദേശീയ മുദ്രയാണെങ്കിലും അതൊക്കെ അംഗീകരിച്ച വർഷങ്ങൾ ചോദിക്കലുണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്കറിയാം. ഇപ്പൊ ദേശീയ പതാക എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രിവർണ്ണ പതാകയാണ്. ദേശീയ മുദ്ര എന്ന് പറയുമ്പോൾ എന്താ സിംഹമുദ്രയാണ്. അതൊക്കെ നമുക്ക് ജനറലി അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ അംഗീകരിക്കപ്പെട്ട വർഷങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ ആരും അധികവും നോട്ടീസ് ചെയ്യാത്ത ഒരു കാര്യമായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഓരോന്ന് ദേശീയ ഗീതം, ദേശീയ ഗാനം, ഈ ദേശീയ ഗീതവും ദേശീയ ഗാനവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോലുണ്ട്. മാത്രമല്ല അത് കമ്പോസ് ചെയ്ത ആൾക്കാര്, അതിന് ടൂൺ കൊടുത്ത ആൾക്കാര്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ പേരുകൾ എല്ലാം നമുക്ക് ഈ ദേശീയ ഗാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. അപ്പൊ രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് അത് സംഗീതം ചെയ്തത്, രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് അത് എന്താണ് ട്യൂൺ ചെയ്തത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്വാഭാവികമായിട്ടും വിശ്വസിക്കുന്നത്. പക്ഷെ അങ്ങനെ അതിൽ നിന്നൊക്കെ വ്യത്യാസങ്ങൾ പല തരത്തിലും ഉണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതില് ദേശീയ പതാക, നമ്മുടെ ദേശീയ പതാക ഏതാണ്? എല്ലാവർക്കും അറിയാം, ത്രിവർണ്ണ പതാക അല്ലേ? ത്രിവർണ്ണ പതാകയാണ് നമ്മുടെ ദേശീയ പതാക എന്ന് പറയുന്നത്. മുകളിൽ കുങ്കുമം, എല്ലാവരും വിചാരിക്കുന്നുണ്ട് മുകളിൽ ഇപ്പൊ ഈ പിക്ചറിലാണെങ്കിൽ കൂടിയിട്ട് ഒരു ഓറഞ്ച് കളർ അല്ലേ കാണുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ കൊടി എന്ന് പറയുന്നത് മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ളയും താഴെ പച്ചയുമാണ്. ഈ പിന്നെ നടുക്ക് വെള്ളയുടെ നടുക്ക് ഒരു അശോക ചക്രം ഉണ്ട്. നമ്മൾ കുഞ്ഞുനാളിൽ ഒരു കവിത പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പലവരും പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതിൽ മുകളിൽ കാണും കുങ്കുമമല്ലോ ത്യാഗത്തിന്റെ നിറം, നടുവിലെ വെണ്മയിൽ വിളങ്ങി നിൽപ്പു വിശുദ്ധി തന്റെ നിറം, താഴെ കാണും പച്ചേതല്ലോ സമൃദ്ധി തന്റെ നിറം, മധ്യത്തിലെ അശോക ചക്രം നാടിന് അഭിമാനം. അപ്പൊ ആ ഒരു പാട്ടിൽ തന്നെ ഉണ്ട് ഇതാണ് ഓരോ വർണ്ണങ്ങൾ എന്തിനൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് എന്നുള്ളത്. മുകളിൽ കാണും കുങ്കുമമല്ലോ, അപ്പൊ അതിൽ ആ പാട്ടിൽ തന്നെ ഉണ്ട് കുങ്കുമം എന്ന്. അതായത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ കൊടിയുടെ മുകളിൽ കാണുന്ന കളർ അതേതാണ്? ഓറഞ്ച് അല്ല, അത് കുങ്കുമ കളറാണ് കേട്ടോ, അതായത് ചുമന്ന കളറാണ്. മുകളിൽ കാണും കുങ്കുമമല്ലോ ത്യാഗത്തിന്റെ നിറം. അപ്പൊ ചുമന്ന കളർ സിംബലൈസ് ചെയ്യുന്നത് എന്തിനെയാണ്? ത്യാഗത്തിനെയാണ്. മുകളിൽ കാണും കുങ്കുമമല്ലോ ത്യാഗത്തിന്റെ നിറം, നടുവിലെ വെണ്മയിൽ വിളങ്ങി നിൽപ്പു വിശുദ്ധി തന്റെ നിറം. അപ്പോ വെള്ള എന്തിനാണ്? വിശുദ്ധിയെയാണ് സിംബലൈസ് ചെയ്യുന്നത്, വിശുദ്ധി തന്റെ നിറം. താഴെ കാണും പച്ചയതല്ലോ സമൃദ്ധി തന്റെ നിറം. അപ്പൊ പച്ച എന്താണ് വിശേഷിപ്പിക്കുന്നത്? സമൃദ്ധിയെയാണ് വിശേഷിപ്പിക്കുന്നത്. നടുമധ്യത്തിലെ അശോക ചക്രം, അതായത് കൊടിയെന്ന് നമ്മൾ ഇതിൽ കണ്ടില്ലേ, ഈ അശോക ചക്രം നാടിന് അഭിമാനം എന്നാണ് പറയുന്നത്. അപ്പൊ ഓരോന്നും സിംബലൈസ് ചെയ്യുന്നത് ഓരോ നിറങ്ങളും സിംബലൈസ് ചെയ്യുന്നത് ഓരോന്നിനെയാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ ദേശീയ പതാക ത്രിവർണ്ണ പതാകയാണ്. ത്രിവർണ്ണ പതാക, അതായത് 3 കളറുകൾ ചേർന്നത് കൊണ്ടാണ് ത്രിവർണ്ണ പതാക എന്ന് പറയുന്നത്. അടുത്തത് ദേശീയ മുദ്ര. ദേശീയ മുദ്ര ഏതാന്ന് ഞാൻ പറഞ്ഞു, സിംഹമുദ്രയാണ് ദേശീയ മുദ്ര. നിങ്ങൾ ഈ ദേശീയ മുദ്രയിൽ എത്ര സിംഹങ്ങളെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? 3 സിംഹങ്ങളെ ആയിരിക്കും നമുക്ക് ഡയറക്റ്റ് വ്യൂവിൽ കാണാൻ പറ്റുന്നത് അല്ലേ? 3 സിംഹങ്ങൾ. പക്ഷെ യഥാർത്ഥത്തിൽ 4 സിംഹങ്ങൾ ഉണ്ട് കേട്ടോ. 4 അല്ല, 5 സിംഹങ്ങളുണ്ട്. അതായത് മുന്നിലൊന്ന്, ലെഫ്റ്റിലൊന്ന്, റൈറ്റിലൊന്ന്, ബാക്കിലൊന്ന്. അപ്പൊ മൊത്തത്തിൽ എത്രയായി? 4 സിംഹങ്ങളായി. അപ്പൊ പിന്നെ 5ാമത്തെ തല എവിടുന്ന് വരുന്ന സ്വാഭാവികമായിട്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ 5ാമത്തത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ സിംഹമുദ്രയുടെ തൊട്ട് താഴെ ഒരു സിംഹം കൂടി ഉണ്ട്, ഒരു ചെറിയ സിംഹം ഉണ്ട്. അങ്ങനെയാണ് മൊത്തത്തിൽ ദേശീയ മുദ്രയിൽ 5 സിംഹങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ദേശീയ മുദ്രയിൽ എത്ര സിംഹങ്ങളാണ്? 5 സിംഹങ്ങളോളം വരുന്നുണ്ട്. ഫ്രണ്ടില് ഒന്ന്, റൈറ്റിലൊന്ന്, ലെഫ്റ്റിലൊന്ന്, ബാക്കിലൊന്ന്, പിന്നെ ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു സിംഹം കൂടെ. നമ്മുടെ ദേശീയ ഗാനം ഏതാ? ദേശീയ ഗാനവും ദേശീയ ഗീതവും രണ്ടും രണ്ടാണ്. ഇത് പലർക്കും മാറിപ്പോകലുണ്ട്, ദേശീയ ഗാനം ദേശീയ ഗീതം എന്നുള്ള കാര്യം. ദേശീയ ഗാനം എന്ന് പറയുന്നത് ജനഗണമനയാണ് കേട്ടോ. നമ്മുടെ ദേശീയ ഗാനം ജനഗണമന. ദേശീയ ഗീതം വന്ദേ മാതരമാണ്.
ദേശീയ ഗാനം ജനഗണമനയും ദേശീയ ഗീതവും വന്ദേ മാതരവുമാണ്. നമ്മൾ അധികവും പാടി കേൾക്കുന്നത് ഈ ദേശീയ ഗാനം ആയതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. ദേശീയ ഗീതം അപൂർവമായിട്ട് എപ്പോഴെങ്കിലും ഒക്കെ അല്ലേ നമ്മൾ കേൾക്കലുള്ളൂ. അപ്പൊ ദേശീയ ഗാനം ജനഗണമന, ദേശീയ ഗീതം വന്ദേ മാതരം. പിന്നെ ദേശീയ കലണ്ടർ, നമുക്കൊരു ദേശീയ കലണ്ടർ ഉണ്ട്. ആ കലണ്ടറാണ് ശകവർഷം എന്ന് പറയുന്ന കലണ്ടർ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷം. ദേശീയ പുഷ്പം നമ്മൾ കുഞ്ഞുനാള് മുതൽ കേൾക്കുകയാണ്. നമ്മുടെ ദേശീയ പുഷ്പം ഏതാണ്? താമര അല്ലെ? നമ്മുടെ ദേശീയ പുഷ്പം താമരയാണ്. നമ്മുടെ ദേശീയ മൃഗം എന്ന് പറയുമ്പോൾ കടുവ എന്നാണ് സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്നത്. പക്ഷെ എന്താണെന്നറിയോ, വെറും കടുവയല്ല, റോയൽ ബംഗാൾ കടുവയാണ് നമ്മുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത്. സാധാരണ കടുവയല്ല, റോയൽ ബംഗാൾ കടുവയാണ് നമ്മുടെ ദേശീയ മൃഗം. പിന്നെ ദേശീയ പക്ഷി ഏതാ? അത് നമുക്കറിയാം, ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്നതാണ്, മയില്. നമ്മുടെ ദേശീയ ഭാഷയോ അത് ഹിന്ദിയാണ്. ഈ കാര്യം ഇപ്പൊ താമര, പിന്നെ അതേപോലെ തന്നെ കടുവയുടെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വരും, കാരണം അത് റോയൽ ബംഗാൾ കടുവയാണ്, വെറും കടുവയല്ല. പിന്നെ ദേശീയ പക്ഷിയാണെങ്കിൽ മയില്, ദേശീയ ഭാഷ ഹിന്ദി, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ആരെങ്കിലും ദേശീയ വൃക്ഷത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ഏതാന്നുള്ളത്? ദേശീയ വൃക്ഷം പേരാലാണ് കേട്ടോ. നമ്മുടെ ദേശീയ വൃക്ഷം, അതായത് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ്. ദേശീയ ഫലമോ? ദേശീയ ഫലം മാങ്ങ. നമ്മുടെ ദേശീയ ഫലം മാങ്ങയുമാണ്. ഇനി ദേശീയ കായിക വിനോദം, നമുക്കും ഇന്ത്യക്കും ഒരു ദേശീയ കായിക വിനോദമുണ്ട്, അത് ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്ന് പറയുന്നത്. ഇപ്പൊ അടുത്ത് ഹോക്കിയിൽ ഇന്ത്യ ജയിച്ചല്ലോ അല്ലേ? നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടു കാണുമല്ലോ, ഹോക്കിയിൽ നമ്മുടെ ഇന്ത്യ ജയിക്കുകയുണ്ടായി. ഇനി ദേശീയ ലിപി, നമ്മുടെ ദേശീയ ലിപി ഏതാന്ന് വെച്ചാൽ ദേവനാഗരിയാണ്. അതായത് ഹിന്ദി ഭാഷ ദേവനാഗരിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ദേശീയ ലിപി എന്ന് പറയുന്നത് ഏതാണ്? ദേവനാഗരിയാണ് നമ്മുടെ ദേശീയ ലിപി. ദേശീയ നദി ഗംഗ. അപൂർവമായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും, ദേശീയ നദി എന്നുള്ളത് ഗംഗയാണ്. പിന്നെ ദേശീയ ജലജീവി, നമുക്ക് ദേശീയ ജലജീവി ഉണ്ട്, അത് ഗംഗാ ഡോൾഫിൻ ആണ്. നമ്മുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. പിന്നെ ദേശീയ പൈതൃക മൃഗം ആന. നമ്മുടെ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് നമ്മുടെ ദേശീയ പൈതൃക മൃഗം ആന. പിന്നെ ഇന്ത്യൻ രൂപയുടെ ചിഹ്നം, അത് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം നിങ്ങൾക്ക് അറിയില്ലേ? ഇതാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം, കണ്ടോ ഇത്? അതാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? അപ്പൊ ഒന്നുകൂടി പറയാം. ദേശീയ ചിഹ്നങ്ങൾ എന്ന് പറയുമ്പോൾ ദേശീയ പതാക ഏതാണ്? ത്രിവർണ പതാക. ഈ ത്രിവർണ പതാക അംഗീകരിച്ചത് എന്നാന്നറിയോ? 1947 ജൂലൈ 22-നാണ് ത്രിവർണ പതാക അംഗീകരിച്ചത്. അപ്പൊ ദേശീയ പതാകയായിട്ടുള്ള നമ്മുടെ ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് വർഷമാണ്? 1947 ജൂലൈ 22-ന്. ദേശീയ മുദ്ര, നമ്മുടെ ദേശീയ മുദ്ര ഞാൻ പറഞ്ഞു സിംഹമുദ്രയാണെന്ന്. ഇത് അംഗീകരിച്ചതോ 1950 ജനുവരി 26-ന്. 1950 ജനുവരി 26-നാണ് ദേശീയ മുദ്രയായ സിംഹമുദ്ര അംഗീകരിച്ചത്. ഇനി ദേശീയ ഗാനം ഏതാ? ജനഗണമന. മാറരുത് കേട്ടോ, ദേശീയ ഗീതവും ദേശീയ ഗാനവും തമ്മിൽ. ദേശീയ ഗാനം ജനഗണമന, അത് അംഗീകരിച്ചത് എന്നാണ്? 1940 ജനുവരി 24-ന്. ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന അംഗീകരിച്ചത് 1940 ജനുവരി 24-ന്. ദേശീയ ഗീതം വന്ദേ മാതരം, അത് അംഗീകരിച്ചതോ 1950 ജനുവരി 24-ന്. മറ്റേടത്ത് ഞാൻ 1950 തന്നെയല്ലേ പറഞ്ഞു? ഒരു 40 കടന്നു വന്നോ എന്നൊരു ഡൗട്ട് ഇല്ലായിരിക്കും അല്ലേ? എന്തായാലും ഒന്നുകൂടി പറയട്ടെ. ദേശീയ ഗാനമായ ജനഗണമന അംഗീകരിച്ചത് 1950 ജനുവരി 24-നും. അതേപോലെ തന്നെ ദേശീയ ഗീതവും അംഗീകരിച്ചത് ആ സെയിം ഡേറ്റിന് തന്നെയാണ്, 1950 ജനുവരി 24-ന്. ഇനി ദേശീയ കലണ്ടർ ശകവർഷം അംഗീകരിച്ചതോ 1957 മാർച്ച് 22-ന്. ദേശീയ കലണ്ടറായ ശകവർഷം അംഗീകരിച്ചത് 1957 മാർച്ച് 22-ന്. ദേശീയ പുഷ്പം താമര. അതേപോലെ ദേശീയ മൃഗം റോയൽ ബംഗാൾ കടുവ. റോയൽ ബംഗാൾ കടുവ അംഗീകരിച്ചത് എന്നാണ്? 1972 നവംബറിലാണ്. ദേശീയ മൃഗം റോയൽ ബംഗാൾ കടുവയെ അംഗീകരിച്ചത് 1972 നവംബറിൽ. പിന്നെ ദേശീയ പക്ഷി മയിലാണ്. മയിലിനെ അംഗീകരിച്ചത് 1963-ലാണ്. പിന്നെ എക്സ്ക്യൂസ് മീ,
ഓക്കെ. ദേശീയ ഭാഷയായ ഹിന്ദി അത് അംഗീകരിച്ചതോ 1965 ജനുവരിയിലാണ്. ദേശീയ വൃക്ഷം പേരാല്, ദേശീയ ഫലം മാങ്ങ. ദേശീയ കായിക വിനോദം ഹോക്കി, ദേശീയ ലിപി ദേവനാഗരി, ദേശീയ നദി ഗംഗ അംഗീകരിച്ചത് 2008 നവംബർ 4-ന്. ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ അംഗീകരിച്ചത് 2009 ഒക്ടോബർ 5-ന്. ദേശീയ പൈതൃക മൃഗം ആന അംഗീകരിച്ചത് 2010 ഒക്ടോബറിൽ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഈ പറയുന്ന ചിഹ്നം അത് അംഗീകരിച്ചത് 2010 ജൂലൈ 15-ന്. നിങ്ങളില്ലേ ഈ PDF ഷെയർ ചെയ്യുന്ന സമയത്ത് ഇത് ഓരോന്നും ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ഇതെല്ലാം അംഗീകരിച്ച വർഷങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് കേട്ടോ. അപ്പൊ ദേശീയ പതാകയായിട്ടുള്ള ത്രിവർണ പതാക അംഗീകരിച്ചത് എന്നാണ് 1947 ജൂലൈ 22-ന്. ദേശീയ മുദ്ര സിംഹമുദ്ര അംഗീകരിച്ചത് 1950 ജനുവരി 26. ദേശീയ ഗാനം ജനഗണമന അംഗീകരിച്ചത് 1950 ജനുവരി 24. ദേശീയ ഗീതം വന്ദേ മാതരം അംഗീകരിച്ചത് 1950 ജനുവരി 24. ദേശീയ കലണ്ടർ ശകവർഷം അംഗീകരിച്ചത് 1957 മാർച്ച് 22. ദേശീയ പുഷ്പം താമര. ദേശീയ മൃഗം റോയൽ ബംഗാൾ കടുവ അംഗീകരിച്ചത് 1972 നവംബറിൽ. ദേശീയ പക്ഷി മയില് അംഗീകരിച്ചത് 1963. ദേശീയ ഭാഷ ഹിന്ദി അംഗീകരിച്ചത് 1965 ജനുവരിയിൽ. ദേശീയ വൃക്ഷം പേരാല്, ദേശീയ ഫലം മാങ്ങ. ദേശീയ കായിക വിനോദം ഹോക്കി, ദേശീയ ലിപി ദേവനാഗരി, ദേശീയ നദി ഗംഗ അംഗീകരിച്ചത് 2008 നവംബർ 4-ന്. ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ അംഗീകരിച്ചത് 2009 ഒക്ടോബർ 5-ന്. ദേശീയ പൈതൃക മൃഗം ആന അംഗീകരിച്ചത് 2010 ഒക്ടോബറിൽ. ദേശീയ രൂപയുടെ ചിഹ്നമായിട്ടുള്ള ഇന്ത്യൻ രൂപയുടെ ചിഹ്നമായിട്ടുള്ള ഈ ചിഹ്നം അംഗീകരിച്ചത് 2010 ജൂലൈ 15-ന്. ഏവർക്കും വ്യക്തമായി എന്ന് കരുതുന്നു. ഫസ്റ്റ് നമ്മൾ ദേശീയ ചിഹ്നങ്ങളും ശാസ്ത്രീയ നാമങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. ഇടയ്ക്ക് ചോദിക്കലുണ്ട് ഓരോന്നിന്റെയും ശാസ്ത്രീയ നാമങ്ങൾ ഏതാന്നുള്ളത്. അപ്പൊ അതിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ഈ ഒരു ഭാഗം പഠിക്കേണ്ടത് കേട്ടോ. ആദ്യമായിട്ട് തന്നെ പേരാല്. പേരാൽ എന്താണ്? പേരാലിന്റെ ശാസ്ത്രീയ നാമം ഫൈക്കസ് ബംഗാളൻസീസ്. ഫൈക്കസ് ബംഗാളൻസീസ് എന്താണ് പേരാലിന്റെ ശാസ്ത്രീയ നാമം. എന്താണ് പേരാലിന്റെ ശാസ്ത്രീയ നാമം? ഫൈക്കസ് ബംഗാളൻസീസ്. മാവാണെങ്കിലോ മാഞ്ചിഫെറ ഇൻഡിക. മാഞ്ചിഫെറ ഇൻഡിക മാവിന്റെ ശാസ്ത്രീയ നാമം മാഞ്ചിഫെറ ഇൻഡിക. താമരയാണെങ്കിലോ നിലംബോ ന്യൂസിഫെറ. നിലംബോ ന്യൂസിഫെറ അതാണ് താമരയുടെ ശാസ്ത്രീയ നാമം. കടുവയാണെങ്കിലോ പാതിറ ട്രൈഗ്രസ്. പാതിറ ട്രൈഗ്രസ്. കടുവയാണെങ്കിൽ പാതിറ ട്രൈഗ്രസ്. മയിലാണെങ്കിലോ പാവോ ക്രിസ്റ്റാറ്റസ്. മയിൽ പാവോ ക്രിസ്റ്റാറ്റസ്. പാവോ ക്രിസ്റ്റാറ്റസ്. ഗംഗാ ഡോൾഫിൻ. ഗംഗാ ഡോൾഫിൻ ആണെങ്കിൽ പാൻഡനിസ്റ്റ ഗംഗാറ്റിക്ക. ഗംഗാ ഡോൾഫിൻ പാങ്കനിസ്റ്റ ഗംഗാറ്റിക്ക. പാങ്കനിസ്റ്റ ഗംഗാറ്റിക്ക. ആനയോ എലിഫസ് എലിഫസ് മാക്സിമസ്. ആന എലിഫക്സ് മാക്സിമസ്. ആനയുടെ ശാസ്ത്രീയ നാമം എലിഫക്സ് മാക്സിമസ്. ഒന്നുകൂടി നമുക്ക് പറയല്ലേ. പേരാല് ഫൈക്കസ് ബംഗാളൻസീസ്. ഫൈക്കസ് ബംഗാളൻസീസ്. മാവ് മാഞ്ചിഫെറ ഇൻഡിക. മാഞ്ചിഫെറ ഇൻഡിക. താമര നിലംബോ ന്യൂസിഫെറ. താമര നിലംബോ ന്യൂസിഫെറ. കടുവ പാതിറ ട്രൈഗ്രസ്. കടുവ പാതിറ ട്രൈഗ്രസ്. മയിൽ പാവോ ക്രിസ്റ്റാറ്റസ്. മയിൽ പാവോ ക്രിസ്റ്റാറ്റസ്. ഗംഗാ ഡോൾഫിൻ പ്ലാന്റാനിസ്റ്റ ഗംഗാറ്റിക്ക. ഗംഗാ ഡോൾഫിൻ പ്ലാന്റാനിസ്റ്റ ഗംഗാറ്റിക്ക. ആന എലിഫക്സ് മാക്സിമസ്. ആന എലിഫക്സ് മാക്സിമസ്. ഇതൊക്കെയാണ് ഓരോന്നിന്റെയും ശാസ്ത്രീയ നാമങ്ങൾ. തറവായിട്ട് പഠിക്കുക. എന്താണ് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് ദേശീയ പതാക, നമ്മുടെ ത്രിവർണ പതാകയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇന്ത്യൻ പതാക അറിയപ്പെടുന്നത് ത്രിവർണ പതാകയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഈ ഇന്ത്യയുടെ ത്രിവർണ പതാക രൂപകൽപ്പന ചെയ്തത് ആരാന്നറിയാം നിങ്ങൾക്ക്? പിംഗലി വെങ്കയ്യ എന്ന് പറയുന്ന ആളാണ്. ആരാണ്? പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ത്രിവർണ പതാക രൂപകൽപ്പന ചെയ്തത്. പിംഗലി വെങ്കയ്യ.
ഇന്ത്യൻ പതാകയിലെ നിറങ്ങൾ ഏതൊക്കെയാണ്? കുങ്കുമ നിറം, വെള്ള നിറം, പച്ച നിറം. കുങ്കുമ നിറം, വെള്ള നിറം, പച്ച നിറമാണ് ഇന്ത്യൻ പതാകയിലെ നിറങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യഭാഗത്തെ ചിഹ്നം ഏതാ? അശോക ചക്രം. അശോക ചക്രമാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യഭാഗത്തെ ചിഹ്നം എന്ന് പറയുന്നത്. അശോക ചക്രത്തിലെ ആരകാലുകളുടെ എണ്ണം എത്രയാണ്? അശോക ചക്രത്തിലെ ആ ആരകങ്ങളില്ലേതാ? എക്സ്ക്യൂസ് മീ. കണ്ടില്ലേ ചുറ്റും ഇങ്ങനെ വര 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 വര, അതിന്റെ എണ്ണം എത്രയാണെന്നറിയോ? 24 എണ്ണമാണ് അതിന്റെ എണ്ണം. അശോക ചക്രയിലെ ആരകാലുകളുടെ എണ്ണം എത്രയാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എത്രയാണ്? 24 എണ്ണം ഉണ്ട്. അതിന്റെ നിറമോ? നിറം നാവിക നീലയാണ്. നാവിക നീലയാണ് അശോക ചക്രത്തിന്റെ നിറം എന്ന് പറയുന്നത്. അശോക ചക്രത്തിന്റെ നിറം അപ്പൊ എന്താണ്? നാവിക നീല. ഇനിയിപ്പോ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാ? 3:2 ആണ് കേട്ടോ. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. വിദേശത്ത് ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തി ആരാണ്? വിദേശത്ത് ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തി ബിഗാജി കാമയാണ് കേട്ടോ. ബിഗാജി കാമ വിദേശത്ത് പോയിട്ട് നമ്മുടെ ഇന്ത്യൻ പതാക ഉയർത്തി എന്നാണ് പറയുന്നത്. ബിഗാജി കാമ ജർമ്മനിയിലെ സ്റ്റാറ്റ്ഗർട്ടിൽ നടന്ന സോഷ്യലിസ്റ്റ് കോൺഗ്രസിൽ പങ്കെടുക്കുകയും ഒരു ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത വർഷം 1907 ഇപ്പൊ ബിഗാജി കാമ ജർമ്മനിയിലെ സ്റ്റാറ്റ്ഗർട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് സോഷ്യലിസ്റ്റ് കോൺഗ്രസിൽ പങ്കെടുക്കുകയും ഒരു ഇന്ത്യൻ പതാക ആദ്യമായിട്ട് അവിടെ ഉയർത്തുകയും ചെയ്തു 1907. ഇനി ബിഗാജി കാമ ഉയർത്തിയ പതാകയിലെ താമരകളുടെ എണ്ണം 8 എണ്ണമായിരുന്നു. 8 താമരകളോട് കൂടിയ ഒരു പതാകയായിരുന്നു ബിഗാജി കാമ അവിടെ ഉയർത്തിയത് ഇന്ത്യയുടെ കൊടി എന്നുള്ള നിലയ്ക്ക്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗിന്റെ ചെയർമാൻ ആയിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗിന്റെ ചെയർമാൻ ആയി വരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയുടെ നിറങ്ങളുടെയും അശോക ചക്രത്തിന്റെയും അർത്ഥങ്ങളെ പറ്റി വിശദീകരിച്ച വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നേ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകകളുടെ നിറങ്ങളുടെയും അശോക ചക്രത്തിന്റെയും അർത്ഥങ്ങളെ പറ്റിയിട്ട് വിശദീകരിച്ച വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ത്രിവർണ പതാക ദേശീയ പതാകയാക്കുന്നതിനുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 1931 സമ്മേളനമാണ്. ത്രിവർണ പതാക ദേശീയ പതാകയാക്കുന്നതിനുള്ള പ്രമേയം പാസാക്കിയത് ഏത് വർഷമാണ്? ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്? 1931. 1931 അംഗീകരിച്ച ത്രിവർണ പതാകയിലെ മധ്യഭാഗത്തെ ചിഹ്നം ചർക്കയാണ് കേട്ടോ. അതാണ് നമ്മൾ ഈ കാണുന്നത്. അശോക ചക്രം എന്ന് പറയുന്നത് ശരിക്കും ചർക്കയാണ്. 1931 അംഗീകരിച്ച ത്രിവർണ പതാകയിലെ മധ്യഭാഗത്തെ ചിഹ്നം ചർക്ക ആണ്. ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്തിന്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിന്റെയും പ്രതീകമാണെന്ത്? ആ ചർക്ക എന്ന് പറയുന്നത്. ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിന്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിന്റെയും പ്രതീകമാണ് ചർക്ക. ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണെന്നറിയോ? 2002 ജനുവരി 26 ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് കേട്ടോ. ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ്? 2002 ജനുവരി 26. 2002 ജനുവരി 26. നാഷണൽ ഫ്ലാഗ് കോഡ് പ്രകാരം ദേശീയ പതാക നിർമ്മിക്കാവുന്ന അളവുകളുടെ എണ്ണം 9 ആയിരുന്നു. നാഷണൽ ഫ്ലാഗ് കോഡ് പ്രകാരം ദേശീയ പതാക നിർമ്മിക്കാവുന്ന അളവുകളുടെ എണ്ണം എത്രയാന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഏതാണ്? 9 ആണ് സംഖ്യ കേട്ടോ. ഇന്ത്യയിലെ ഏക അംഗീകൃത ദേശീയ പതാക നിർമ്മാണശാലയാണ് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം. കർണാടകയിലെ ഹുബ്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏക അംഗീകൃത ദേശീയ പതാക നിർമ്മാണശാലയാണ് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം. അത് കർണാടകയിലെ ഹുബ്ലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രിവെൻഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടു നാഷണൽ ഓണർ ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ വർഷം 1971 ഡിസംബർ 23. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്
ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ വർഷം എന്നാണ്? 1971 ഡിസംബർ 23. എക്സ്ക്യൂസ് മീ. അപ്പൊ ഇപ്പൊ ദേശീയ പതാകയെ പറ്റി ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ഇന്ത്യൻ പതാക അറിയപ്പെടുന്നത് പറഞ്ഞല്ലോ ത്രിവർണ പതാക എന്നാണ്. 3 കളറുകൾ ഉള്ളത് കൊണ്ടാണ് ത്രിവർണ പതാക എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ത്രിവർണ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യാണ്. ഇന്ത്യൻ പതാകയിലെ നിറങ്ങൾ കുങ്കുമ നിറം, വെള്ള നിറം, പച്ച നിറം. ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യഭാഗത്തെ ചിഹ്നം ഏതാണ്? അശോക ചക്രം. അശോക ചക്രത്തിലെ ആരകാലുകളുടെ എണ്ണം എത്രയാണ്? 24 എണ്ണം ഉണ്ട്. അതിന്റെ നിറം നാവിക നീലയാണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതമോ 3:2 കേട്ടോ. 3:2 മറക്കരുതേ. വിദേശത്ത് ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തിയാണ് ബിഗാജി കാമ. ബിഗാജി കാമ ജർമ്മനിയിലെ സ്റ്റാറ്റ്ഗർട്ടിൽ നടന്ന സോഷ്യലിസ്റ്റ് കോൺഗ്രസിൽ പങ്കെടുക്കുകയും ഒരു ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത വർഷമാണ് 1907. ബിഗാജി കാമ ഉയർത്തിയ പതാകയിലെ താമരകളുടെ എണ്ണം 8 ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗിന്റെ ചെയർമാൻ ആയിരുന്നത് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയുടെ നിറങ്ങളുടെയും അശോക ചക്രത്തിന്റെയും അർത്ഥങ്ങളെ പറ്റി വിശദീകരിച്ച വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ത്രിവർണ പതാക ദേശീയ പതാകയായിരിക്കുന്നതിനുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് 1931. 1931 അംഗീകരിച്ച ത്രിവർണ പതാകയിലെ മധ്യഭാഗത്തെ ചിഹ്നം അതേപോലെ തന്നെ ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്തിന്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിന്റെയും പ്രതീകമായിരുന്നു എന്ത്? ചക്ക. ഇനി ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ്? 2002 ജനുവരി 26 ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്. ഫ്ലാഗ് കോഡ് നിലവിൽ വന്ന 2002 ജനുവരി 26. നാഷണൽ ഫ്ലാഗ് കോഡ് പ്രകാരം ദേശീയ പതാക നിർമ്മിക്കാവുന്ന അളവുകളുടെ എണ്ണം എത്രയാണ്? 9. നാഷണൽ ഫ്ലാഗ് കോഡ് പ്രകാരം ദേശീയ പതാക നിർമ്മിക്കാവുന്ന അളവുകളുടെ എണ്ണം 9 ആണ്. ഇന്ത്യയിലെ ഏക അംഗീകൃത ദേശീയ പതാക നിർമ്മാണശാലയാണ് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം. കർണാടകയിലെ ഹുബ്ലിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏക അംഗീകൃത ദേശീയ പതാക നിർമ്മാണശാലയാണ് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ വർഷമാണ് 1971 ഡിസംബർ 23. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ വർഷമാണ് 1971 ഡിസംബർ 23. ഇനി നമുക്ക് ഇന്ത്യൻ പതാകയിലെ ഓരോന്നും എന്തിനെയൊക്കെയാണ് വിശേഷിപ്പിക്കുന്നതെന്ന് നോക്കാം. കുങ്കുമം എന്തിനൊക്കെയാണ്? ധീരത, ശക്തി. കുങ്കുമം ധീരതയെയും ശക്തിയെയുമാണ് വിശേഷിപ്പിക്കുന്നത്. നടുവിലെ വെള്ള സത്യം, സമാധാനം. നടുവിലെ വെള്ള വിശേഷിപ്പിക്കുന്നത് സത്യത്തെയും സമാധാനത്തെയുമാണ്. പച്ച രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധിയെയാണ് വിശേഷിപ്പിക്കുന്നത്. പച്ച രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധി. അശോക ചക്രമോ? രാഷ്ട്ര പുരോഗതി. അശോക ചക്രം വിശേഷിപ്പിക്കുന്നത് രാഷ്ട്ര പുരോഗതിയാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കുങ്കുമം എന്തിനെയാണ്? ധീരതയും ശക്തിയെയും. വെള്ള സത്യം, സമാധാനം. പച്ച രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധി. അശോക ചക്രം രാഷ്ട്ര പുരോഗതി. വ്യക്തമായെന്ന് കരുതുന്നു. അടുത്ത നമ്മൾ ദേശീയ മുദ്രയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏതാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ മുദ്ര സ്വീകരിച്ചിരിക്കുന്നത് സാരാനാഥിലെ ഇന്ത്യയിലെ ദേശീയ മുദ്ര സ്വീകരിച്ചിരിക്കുന്നത് സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. എവിടെ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര സ്വീകരിച്ചിരിക്കുന്നത്? സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന്. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ഉത്തർപ്രദേശിലെ സാരാനാഥിൽ സ്തൂപം പണി കഴിപ്പിച്ച ഭരണാധികാരിയാണ് ആര്? അശോക ചക്രവർത്തി. ഉത്തർപ്രദേശിലെ സാരാനാഥിൽ സ്തൂപം പണി കഴിപ്പിച്ച ഭരണാധികാരി അശോകൻ. സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണെന്നറിയോ?
സിംഹം, കാള, ആന, കുതിര. ഞാൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? എന്താണ് 5 സിംഹങ്ങളോളം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതായത് ഒന്ന് എന്ന് പറഞ്ഞാൽ 4 സിംഹങ്ങളുണ്ട്, അതായത് പുറകിൽ ഒരു തലയും കൂടി ഉണ്ട്. നമ്മൾ പക്ഷെ മുന്നിൽ കാണുന്നത് 3 സിംഹങ്ങളെയാണ്. പക്ഷേ ഈ എന്താണ് സിംഹമുദ്രയുടെ താഴ്ഭാഗത്തായിട്ട് ഒരു സിംഹം കൂടെ നിലവിലുണ്ട്. അങ്ങനെയാണ് മൊത്തത്തിൽ 5 സിംഹങ്ങൾ വരുന്നത് കേട്ടോ. സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന അപ്പൊ നിങ്ങളോട് ചോദിക്കും സിംഹമുദ്രയിൽ എത്ര സിംഹങ്ങൾ ഉണ്ട് എന്നുള്ളത്. അപ്പൊ എത്ര? 4. ഒരിക്കലും 4ഓ 3ഓ എഴുതരുത്, 5ആണ് അതിന് ഉത്തരം കേട്ടോ. അപ്പോൾ സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ സിംഹം, കാള, ആന, കുതിര. സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മുദ്രാവാക്യം എന്താണെന്നറിയോ? സത്യമേവ ജയതേ എന്നാണ്. സത്യമേവ ജയതേ എന്നാണ് സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മുദ്രാവാക്യം. സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം സ്വീകരിച്ചിരിക്കുന്ന ഉപനിഷത്ത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ് കേട്ടോ. സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം സ്വീകരിച്ചിരിക്കുന്ന ഉപനിഷത്ത് ഏതാണ്? മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞത് ഏതാണ്? ദേശീയ മുദ്രയെ പറ്റിയിട്ടാണ്. ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏതാണ്? സിംഹമുദ്ര. സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര. ഇന്ത്യയുടെ ദേശീയ മുദ്ര സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? സാരാനാഥിലെ അശോക സ്തൂപത്തിൽ നിന്ന്. സാരാനാഥിലെ അശോക സ്തൂപത്തിൽ നിന്ന്. ഉത്തർപ്രദേശിലെ സാരാനാഥിൽ സ്തൂപം പണി കഴിപ്പിച്ച ഭരണാധികാരി ആരായിരുന്നു? അശോകനായിരുന്നു. അശോക ചക്രവർത്തി ആയിരുന്നു. സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ സിംഹം, കാള, ആന, കുതിര. സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മുദ്രാവാക്യം. ഇത് കൺഫ്യൂഷൻ വരുന്ന ഒരു പാറ്റേൺ. ഈ സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ സിംഹം, കാള, ആന, കുതിര ഒക്കെ ഒപ്പം തന്നെ വേറെ പല മൃഗങ്ങളെയും കൊണ്ടിട്ടിട്ട് കൺഫ്യൂഷൻ ആക്കും. അപ്പൊ ഇതൊരു സിംഹം, കാള, ആന, കുതിര ഒരു ഓർഡറിൽ അങ്ങോട്ട് പഠിച്ചു പോയി. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ചോ? എന്താണ് ആദ്യം വലിയ മൃഗം ഏതാ? ആന. ആന കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടെ വലിപ്പം എന്തിനായിരിക്കും? കാള. അങ്ങനെ സിംഹത്തെക്കാളും കുറച്ചും കൂടെ വലിപ്പം കാളയ്ക്ക് ഉണ്ടാവുമല്ലോ. പിന്നെ മൂന്നാമത് ഏതാണ്? സിംഹമാണ് വരുന്നത്. അവസാനം കുതിര. സിംഹം അല്ല, കുതിരയായിരിക്കും വരിക അല്ലെ? കുതിരയാണ് മൂന്നാമത് വരിക, പിന്നെ അവസാനം സിംഹം. പക്ഷെ ഇങ്ങനെ ഒരു ഓർഡറിൽ പഠിക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. സിംഹം, കാള, ആന, കുതിര എന്നുള്ള ഒരു രീതിക്ക് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിന്റെ ഓർഡർ ഈ പ്രകാരമാണോ പോകുന്നതെന്ന് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്തായാലും ഈ പറഞ്ഞ 4 മൃഗങ്ങളാണ് സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനപ്പുറം ഒരു മൃഗം ഇല്ല. സിംഹം, കാള, ആന, കുതിര. സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മുദ്രാവാക്യമാണ് ഏത്? സത്യമേവ ജയതേ. സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം സ്വീകരിച്ചിരിക്കുന്ന ഉപനിഷത്ത് ഏതാണ്? മുണ്ടകോപനിഷത്ത്. മുണ്ടകോപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയതേ എന്ന ദേശീയ ഗാനം. ഏതാണ് നമ്മളുടെ ദേശീയ ഗാനം? ജനഗണമന. ജനഗണമനയാണ് നമ്മളുടെ ദേശീയ ഗാനം. ജനഗണമനയുടെ കർത്താവ് നമുക്ക് ഏവർക്കും അറിയാം. ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് ജനഗണമനയുടെ കർത്താവ്. അപ്പൊ നമ്മുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. ജനഗണമനയുടെ കർത്താവ് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമന രചിച്ചിരിക്കുന്ന രാഗമോ? രാഗം ശങ്കരാഭരണത്തിലാണ് ജനഗണമന രചിച്ചിരിക്കുന്നത്. ജനഗണമന രചിച്ചിരിക്കുന്ന രാഗം ഏതാണ്? ശങ്കരാഭരണം. ശങ്കരാഭരണം എന്ന് പറയുന്ന രാഗത്തിലാണ് ജനഗണമന രചിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണെന്നറിയോ? 1911 നടന്ന കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത്. അതായത് ഒന്നുകൂടി പറയാം, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കൊൽക്കത്ത സമ്മേളനം 1911 നടന്നത്. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയ വ്യക്തി. അവിടെയാണ് നമ്മളെ പ്രശ്നം കിടക്കുന്നത്. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയ വ്യക്തി റാം സിംഗ് താക്കൂർ എന്ന് പറയുന്ന വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും ജനഗണമന എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ആരും ശ്രദ്ധിക്കൂല ജനഗണമനയ്ക്ക് സംഗീതം നൽകിയ വ്യക്തിയുടെ പേര്. കാരണം എഴുതിയ മാത്രമേ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്താറുള്ളൂ. പക്ഷെ അതിന് ജനഗണമനയ്ക്ക് സംഗീതം നൽകിയ വ്യക്തി എന്നുള്ളത് ഓപ്ഷനിൽ റാം സിംഗ് താക്കൂറിനെ മൈൻഡ് ചെയ്യാതെ പോയിട്ട് രവീന്ദ്രനാഥ ടാഗോറിനെ കറപ്പിക്കും. തെറ്റാണ്. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയ വ്യക്തി റാം സിംഗ് താക്കൂർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ അത് എഴുതുകയാണ് ചെയ്തത്, പക്ഷെ സംഗീതം നൽകിയത് റാം സിംഗ് താക്കൂർ ആണ്.
ദേശീയ ഗാനം പൂർണ്ണമായി ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡോളമാണ് കേട്ടോ. ദേശീയ ഗാനം പൂർണ്ണമായിട്ട് ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 52 സെക്കൻഡ് ആണ് ദേശീയ ഗാനം പൂർണ്ണമായി ആലപിക്കാൻ എടുക്കുന്ന സമയം. ജനഗണമനയെ ബംഗാളി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തി അത് രവീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. അതിനെ ദി മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിലെ. ജനഗണമനയുടെ ഇംഗ്ലീഷ് നാമം ദി മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ്. ജനഗണമനയെ ബംഗാളി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. ഇംഗ്ലീഷിൽ അതിന് കൊടുത്തിരിക്കുന്ന പേര് ദി മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ്. ദേശീയഗാനം ആദ്യം അറിയപ്പെട്ടിരുന്നത് ഭാരത് വിദാന്ത എന്ന് പറയുന്ന പേരിലാണ് കേട്ടോ. ദേശീയഗാനത്തിന്റെ ആദ്യ നാമം എന്തായിരുന്നു? ഭാരത് വിദാന്ത. ഇപ്പൊ ദേശീയഗാനം എന്താണ്? ദേശീയഗാനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇന്ത്യയുടെ ദേശീയഗാനം ഏതാ? ജനഗണമന. ജനഗണമനയുടെ കർത്താവ് രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമന രചിച്ചിരിക്കുന്ന രാഗം ശങ്കരാഭരണം. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് 1911. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയ വ്യക്തി ആരായിരുന്നു? റാംസിംഗ് ഠാക്കൂർ. ദേശീയഗാനം പൂർണ്ണമായി ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡ് ആണ്. ദേശീയഗാനം പൂർണ്ണമായിട്ട് ആലപിക്കാൻ 52 സെക്കൻഡ് വേണം. ജനഗണമനയെ ബംഗാളി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് ടാഗോർ നൽകിയ പേരാണ് ദി മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന്. ദേശീയഗാനം ആദ്യം അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ഭാരത് വിദാന്ത എന്നാണ്. എക്സ്ക്യൂസ് മീ. അടുത്ത നമുക്ക് ദേശീയ ഗീതം എന്താണെന്നാണ് പഠിക്കേണ്ടത് കേട്ടോ. ഏതാണ് നമ്മുടെ ദേശീയ ഗീതം? വന്ദേ മാതരം. വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം എന്ന് പറയുന്നത്. അത് രചിച്ചത് ആരാന്ന് ചോദിച്ചാലോ, അത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് നമ്മുടെ വന്ദേ മാതരം എന്ന് പറയുന്ന ദേശീയ ഗീതം രചിച്ചത്. അപ്പൊ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഏത് ഭാഷയിലാണ് രചിച്ചതെന്ന് അറിയോ? സംസ്കൃതത്തിലാണ് വന്ദേ മാതരം രചിച്ചിട്ടുള്ളത് കേട്ടോ. സംസ്കൃത ഭാഷയിലാണ് വന്ദേ മാതരം രചിച്ചിട്ടുള്ളത്. വന്ദേ മാതരം രചിച്ചിരിക്കുന്ന രാഗം ദേശ് രാഗത്തിലാണ്. വന്ദേ മാതരം ഏത് രാഗത്തിലാണ് രചിച്ചിരിക്കുന്നത്? ദേശ് രാഗത്തിലാണ് രചിച്ചിരിക്കുന്നത്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച സമ്മേളനം കൊൽക്കത്ത സമ്മേളനമാണ്. പക്ഷെ അതിലൊരു വ്യത്യാസമുണ്ട്. വന്ദേ മാതരം ആലപിക്കുന്നത് 1896 പക്ഷെ എന്താണ് ദേശീയ ഗാനം കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ട് ആലപിച്ചത് 1911. രണ്ടിന്റെയും ഡേറ്റുകൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ സമ്മേളനം കൊൽക്കത്ത സമ്മേളനം തന്നെയായിരുന്നു. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കൊൽക്കത്ത സമ്മേളനം. എന്നായിരുന്നു? 1896. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് അരബിന്ദ ഘോഷായിരുന്നു. അരബിന്ദ ഘോഷാണ് വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. വന്ദേ മാതരം തമിഴിലേക്ക് വിവർത്തനം ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. വന്ദേ മാതരം തമിഴിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതി. 1947 ഓഗസ്റ്റ് 15 അതെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ വന്ദേ മാതരം ആലപിച്ച വനിതയാണ് സുജയന്ത കൃപലാനി. 1947 ഓഗസ്റ്റ് 15 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ വന്ദേ മാതരം ആലപിച്ച വനിത ആരാണ്? സുജയന്ത കൃപലാനിയാണ്. അപ്പൊ ദേശീയ ഗീതം, ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. വന്ദേ മാതരം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ച ഭാഷ സംസ്കൃതം. വന്ദേ മാതരം രചിച്ചിരിക്കുന്ന രാഗം ദേശ് രാഗം. അപ്പോ ദേശീയ ഗാനം രചിച്ചിരിക്കുന്നത് ഏതിലായിരുന്നു? ശങ്കരാഭരണത്തിലായിരുന്നു. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കൊൽക്കത്ത സമ്മേളനം 1896. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് അരബിന്ദ ഘോഷാണ്. വന്ദേ മാതരം തമിഴിലേക്ക് വിവർത്തനം ചെയ്തതോ സുബ്രഹ്മണ്യ ഭാരതി. 1947 ഓഗസ്റ്റ് 15 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ വന്ദേ മാതരം ആലപിച്ച വനിതയായിരുന്നു ആര്? സുജയന്ത കൃപലാനി. അടുത്ത നമ്മൾ ദേശീയ കലണ്ടർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാ? നമ്മളിപ്പോ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ശകവർഷം. ശകവർഷമാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ. ശകവർഷം ആരംഭിച്ച ഭരണാധികാരി ആരാണ്? കനിഷ്കൻ. കനിഷ്കൻ എന്ന് പറയുന്ന ഭരണാധികാരിയായിരുന്നു ശകവർഷം ആരംഭിച്ച ഭരണാധികാരി. ശകവർഷം ആരംഭിച്ചത് AD 78 കേട്ടോ. AD 78 ശകവർഷം ആരംഭിച്ചത്. എന്നാണ് ശകവർഷം ആരംഭിച്ചത്? AD 78.
ഇതില് ശകവർഷത്തിലെ ആദ്യ മാസമാണ് ചൈത്രം. ചൈത്രമാസം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ഈ ശകവർഷത്തിലെ ആദ്യ മാസത്തിന് പറയുന്നത് ചൈത്രമാസം എന്നാണ്. ശകവർഷത്തിലെ ചൈത്രമാസം ഗ്രിഗേറിയൻ കലണ്ടറിൽ ആരംഭിക്കുന്നത്, അതായത് ശകവർഷത്തിലെ ചൈത്രമാസം ഗ്രിഗേറിയൻ എന്ന് പറയുന്ന കലണ്ടറിൽ ആരംഭിക്കുന്നത് മാർച്ച് 22-ന് സാധാരണ വർഷവും മാർച്ച് 21-ന് അതിവർഷവുമായിട്ടാണ്. ശകവർഷത്തിലെ ചൈത്രമാസം ഗ്രിഗേറിയൻ കലണ്ടറിൽ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? മാർച്ച് 22-ന് സാധാരണ വർഷവും മാർച്ച് 21-ന് അതിവർഷവും. ശകവർഷത്തിലെ അവസാന മാസമാണ് ഫൽഗുനം. ഫൽഗുനം എന്ന് പറയുന്നതാണ് ശകവർഷത്തിലെ അവസാന മാസം എന്ന് പറയുന്നത്. അപ്പോ ദേശീയ കലണ്ടർ, ഇന്ത്യയുടെ ദേശീയ കലണ്ടറാണ് ശകവർഷം. ശകവർഷം ആരംഭിച്ച ഭരണാധികാരി ആരായിരുന്നു? കനിഷ്കൻ. ശകവർഷം ആരംഭിച്ചത് AD 78-ല്. ശകവർഷത്തിലെ ആദ്യ മാസമാണ് ചൈത്രമാസം. ശകവർഷത്തിലെ ചൈത്രമാസം ഗ്രിഗേറിയൻ കലണ്ടറിൽ ആരംഭിക്കുന്നത് മാർച്ച് 21-ന് അതിവർഷവും മാർച്ച് 22-ന് സാധാരണ വർഷവും അങ്ങനെയായിട്ടാണ്. ശകവർഷത്തിലെ അവസാന മാസമാണ് ഫൽഗുനം. ഫൽഗുനമാണ് ശകവർഷത്തിലെ അവസാന മാസം. ആദ്യ മാസമോ? ചൈത്രം. ഇനി അടുത്തത് ദേശീയ ഭാഷയാണ്. നമ്മുടെ ദേശീയ ഭാഷ ഏതാണ്? ഹിന്ദി അല്ലേ? നമ്മുടെ ദേശീയ ഭാഷ ഹിന്ദിയാണ്. ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാണെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 343 1 എന്ന് പറയുന്നത്. ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാണെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? അനുച്ഛേദം 343 1. അനുച്ഛേദം 343 1. ഹിന്ദി ഭാഷയുടെ ലിപി ദേവനാഗരി. ദേവനാഗരിയിലാണ് ഹിന്ദി ഭാഷ എഴുതപ്പെട്ടിട്ടുള്ളത്. ഹിന്ദി ഭാഷയുടെ ലിപിയാണ് ദേവനാഗരി. INCയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി തെരഞ്ഞെടുത്ത കോൺഗ്രസ് സമ്മേളനമാണ് കാൺപൂർ സമ്മേളനം. 1925-ല് 1925-ല് നടന്ന കാൺപൂർ സമ്മേളനത്തിൽ വെച്ച് INCയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അപ്പോ ദേശീയ ഭാഷയെ പറ്റിയിട്ട് എന്തൊക്കെയാണുള്ള ഫാക്ട്സുകൾ? ഇന്ത്യയുടെ ദേശീയ ഭാഷയാണ് ഹിന്ദി. ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാണെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 343 1. ഹിന്ദി ഭാഷയുടെ ലിപി ദേവനാഗരി. INCയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി തെരഞ്ഞെടുത്ത കോൺഗ്രസ് സമ്മേളനമാണ് കാൺപൂർ സമ്മേളനം 1925-ല്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ദേശീയ മൃഗത്തെ പറ്റിയിട്ടാണ്. ഞാൻ പറഞ്ഞു നമ്മുടെ ദേശീയ മൃഗം ആരാണ്? വെറും കടുവയല്ല, റോയൽ ബംഗാൾ കടുവയാണ് നമ്മുടെ ദേശീയ മൃഗം. പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച വർഷമാണ് 1973. 1973-ലാണ് പ്രൊജക്ട് ടൈഗർ ആരംഭിച്ചത്. പ്രൊജക്ട് ടൈഗർ ആദ്യമായി നടപ്പിലാക്കിയ നാഷണൽ പാർക്ക് ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണ് പ്രൊജക്ട് ടൈഗർ ആദ്യമായി നടപ്പിലാക്കിയത്. അന്താരാഷ്ട്ര കടുവാ ദിനം എന്നാണെന്നറിയോ നിങ്ങൾക്ക്? ജൂലൈ 29-നായിരുന്നു കേട്ടോ അന്താരാഷ്ട്ര കടുവാ ദിനം. അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ 29-ന്. അപ്പോ ദേശീയ മൃഗം ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു? റോയൽ ബംഗാൾ കടുവ. പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച വർഷം 1973-ല്. എക്സ്ക്യൂസ് മീ. പ്രൊജക്ട് ടൈഗർ ആദ്യമായി നടപ്പിലാക്കിയ നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. അന്താരാഷ്ട്ര കടുവാ ദിനം എന്നാണ്? ജൂലൈ 29-ന്. ഒന്നും കൂടി ഉണ്ട് കേട്ടോ. വെള്ളക്കടുവകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് നന്ദൻകനാൻ. ഒഡീഷയിലെ നന്ദൻകനാൻ ആണ് വെള്ളക്കടുവകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയോദ്യാനം. അടുത്ത നമ്മൾ ദേശീയ ജലജീവിയാണ് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതായിരുന്നു? ഗംഗാ ഡോൾഫിൻ. ഗംഗാ ഡോൾഫിൻ ആണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി. ഗംഗാ ഡോൾഫിൻ പ്രാദേശികമായി അറിയപ്പെടുന്ന പേരാണ് സുസു. സുസു എന്നാണ് ഗംഗാ ഡോൾഫിൻ പ്രാദേശികമായി അറിയപ്പെടുന്ന പേര്. നല്ല രസമുണ്ടല്ലേ? സുസു എന്ന് ഇങ്ങനെ വിളിക്കുക അല്ലെ? ദേശീയ ജലജീവി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ആണ്. ഗംഗാ ഡോൾഫിൻ പ്രാദേശികമായി അറിയപ്പെടുന്ന പേരാണ് സുസു. അടുത്തത് ദേശീയ പൈതൃക മൃഗം ആനയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? പ്രൊജക്ട് എലിഫന്റ് നിലവിൽ വന്ന വർഷം 1992-ലാണ്. 1992-ലാണ് പ്രൊജക്ട് എലിഫന്റ് നിലവിൽ വരുന്നത്. ദേശീയ പൈതൃക മൃഗം, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന. എലിഫന്റ് പ്രൊജക്ട് നിലവിൽ വന്ന വർഷമാണ് 1992-ല്. അടുത്ത നമ്മുടെ ദേശീയ നദിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ നദി, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി, ഇന്ത്യയിലെ പുണ്യ നദി എന്നുള്ള ബഹുമതികളൊക്കെ കിട്ടിയിട്ടുള്ള നദി ഏതാണ്? ഗംഗാ നദിക്കാണ്.
അപ്പൊ ഇന്ത്യയുടെ ദേശീയ നദിയും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഇന്ത്യയിലെ പുണ്യ നദിയും ഗംഗയാണ്. ഗംഗാ നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് 2014 നമാമി ഗംഗ. ഗംഗാ നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി നമാമി ഗംഗ. അപ്പൊ ദേശീയ നദി, ഇന്ത്യയുടെ ദേശീയ നദി, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി, ഇന്ത്യയിലെ പുണ്യ നദി ഒക്കെ ഏതാണ്? ഗംഗയാണ്. ഗംഗാ നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് നമാമി ഗംഗ. നമുക്കിനി ദേശീയ പ്രതിജ്ഞയെ പറ്റിയിട്ട് പറയേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത് ആരാന്ന് അറിയുന്നു? നിനക്ക് എന്നല്ല, നിങ്ങൾക്ക് അല്ലേ? ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത് പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു ആണ് കേട്ടോ. ആരാണ്? പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു ആണ് ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത്. തെലുങ്ക് ഭാഷയിലാണ് വെങ്കിട്ട സുബ്ബറാവു ഇന്ത്യൻ സത്യപ്രതിജ്ഞയ്ക്ക് ആസ്പദമായ വരികൾ ആദ്യമായി എഴുതി തയ്യാറാക്കിയിരുന്നത് കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത് ആരായിരുന്നു? പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു. തെലുങ്ക് ഭാഷയിലാണ് വെങ്കിട്ട സുബ്ബറാവു ഇന്ത്യൻ സത്യപ്രതിജ്ഞയ്ക്ക് ആസ്പദമായ വരികൾ ആദ്യമായി എഴുതി തയ്യാറാക്കിയിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഒന്നും കൂടി നമുക്ക് ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ 22-ന്. ദേശീയ മുദ്ര സിംഹമുദ്ര അംഗീകരിച്ചത് 1950 ജനുവരി 26-ന്. ദേശീയഗാനം ജനഗണമന അംഗീകരിച്ചത് 1950 ജനുവരി 24-ന്. ദേശീയഗീതം വന്ദേ മാതരം അംഗീകരിച്ചതോ 1950 ജനുവരി 24-ന്. ദേശീയ കലണ്ടർ ശകവർഷം അംഗീകരിച്ചത് 1957 മാർച്ച് 22-ന്. ദേശീയ പുഷ്പം താമര, ദേശീയ മൃഗം റോയൽ ബംഗാൾ കടുവ അംഗീകരിച്ചത് 1972 നവംബറിൽ. ദേശീയ പക്ഷി മയില് അംഗീകരിച്ചത് 1963-ല്. ദേശീയ ഭാഷ ഹിന്ദി അംഗീകരിച്ചത് 1965 ജനുവരിയിൽ. ദേശീയ വൃക്ഷം പേരാൽ, ദേശീയ ഫലം മാങ്ങ, ദേശീയ ലിപി ദേവനാഗരി. ദേശീയ നദി ഗംഗ അംഗീകരിച്ചത് 2008 നവംബർ 4-ന്. ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ അംഗീകരിച്ചത് 2009 ഒക്ടോബർ 5-ന്. ദേശീയ പൈതൃക മൃഗം ആന അംഗീകരിച്ചത് 2010 ഒക്ടോബറിൽ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം അംഗീകരിച്ചത് 2010 ജൂലൈ 15-ന്. അടുത്ത നമ്മൾ ദേശീയ ചിഹ്നങ്ങളും ശാസ്ത്രീയ നാമങ്ങളും പഠിച്ചിരുന്നു. പേരാല് ഫൈക്കസ് ബംഗാളൻസിസ്, മാവ് മാഞ്ചിപ്പെറ ഇൻഡിക, താമര നിലംബോ ന്യൂസിഫെറ, കടുവ പാന്തിറ ട്രൈഗ്രസ്, മയിൽ ഹാവോ ക്രിസ്റ്റാറ്റസ്, ഗംഗ ഡോൾഫിൻ പ്ലാന്റാനിസ്റ്റ ഗംഗാറ്റിക്ക, ആന എലിഫക്സ് ന്യൂസ് മാക്സിമസ്. അടുത്ത നമ്മൾ ദേശീയ പതാകയായിരുന്നു പറഞ്ഞത്. ഇന്ത്യൻ പതാക അറിയപ്പെടുന്നത് ത്രിവർണ്ണ പതാക എന്നാണ്. ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യാണ്. ഇന്ത്യൻ പതാകയിലെ നിറങ്ങൾ കുങ്കുമ നിറം, വെള്ള നിറം, പച്ച നിറം. ഇന്ത്യൻ ദേശീയ പതാകയുടെ മധ്യഭാഗത്തെ ചിഹ്നം അശോക ചക്രം. അശോക ചക്രത്തിലെ ആരകാലുകളുടെ എണ്ണം എത്ര? 24 എണ്ണം. നിറം നാവിക നീല. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. വിദേശത്ത് ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തിയാണ് ഭികാജി കാമ. ഭികാജി കാമ ജർമ്മനിയിലെ സ്റ്റാറ്റ്ഗർട്ടിൽ നടന്ന സോഷ്യലിസ്റ്റ് കോൺഗ്രസിൽ പങ്കെടുക്കുകയും ഒരു ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത വർഷം 1907-ലാണ്. ഭികാജി കാമ ഉയർത്തിയ പതാകയിലെ താമരകളുടെ എണ്ണം 8. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗിന്റെ ചെയർമാൻ ആയിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയുടെ നിറങ്ങളുടെയും അശോക ചക്രത്തിന്റെയും അർത്ഥങ്ങളെ പറ്റി വിശദീകരിച്ച വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ത്രിവർണ്ണ പതാക ദേശീയ പതാകയാക്കുന്നതിനുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് 1931.
1931 അംഗീകരിച്ച ത്രിവർണ പതാകയിലെ മധ്യഭാഗത്തെ ചിഹ്നം ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്തിന്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിന്റെയും പ്രതീകമാണ് ചക്ക. ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് 2002 ജനുവരി 26-നാണ്. നാഷണൽ ഫ്ലാഗ് കോഡ് പ്രകാരം ദേശീയ പതാക നിർമ്മിക്കാവുന്ന അളവുകളുടെ എണ്ണം 9 ആണ്. ഇന്ത്യയിലെ ഏക അംഗീകൃത ദേശീയ പതാക നിർമ്മാണശാലയാണ് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം. അത് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഹുഗ്ലിയിലാണ്. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ വർഷം 1971 നവംബർ 23-ന്. ഇനിയിപ്പോ ഓരോ നിറങ്ങൾ സൂചിപ്പിക്കുന്നത് കുങ്കുമം, അതായത് നമ്മുടെ ത്രിവർണ പതാകയിലെ ഓരോ നിറങ്ങൾ സൂചിപ്പിക്കുന്നത് കുങ്കുമം ധീരത ശക്തി, വെള്ള സത്യം സമാധാനം, പച്ച രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധി, അശോക ചക്രം രാഷ്ട്ര പുരോഗതി. അടുത്തത് ദേശീയ മുദ്ര. ഇന്ത്യയുടെ ദേശീയ മുദ്രയാണ് സിംഹമുദ്ര. ഇന്ത്യയുടെ ദേശീയ മുദ്ര സ്വീകരിച്ചിരിക്കുന്നത് സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന്. ഉത്തർപ്രദേശിലെ സാരാനാഥിൽ സ്തൂപം പണികഴിപ്പിച്ച ഭരണാധികാരിയാണ് അശോകൻ. സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ സിംഹം, കാള, ആന, കുതിര. സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മുദ്രാവാക്യം സത്യമേവ ജയതേ. സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം സ്വീകരിച്ചിരിക്കുന്ന ഉപനിഷത്താണ് മുണ്ടകോപനിഷത്ത്. അടുത്തതായിട്ട് ദേശീയ ഗാനമാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന. ജനഗണമനയുടെ കർത്താവ് രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമന രചിച്ചിരിക്കുന്ന രാഗം ശങ്കരാഭരണം. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് കൊൽക്കത്തയിലാണ് 1911. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയ വ്യക്തി റാംസിംഗ് താക്കൂർ. ദേശീയ ഗാനം പൂർണ്ണമായി ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡ്. ജനഗണമനയെ ബംഗാളി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് ടാഗോർ നൽകിയ പേരാണ് ദി മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ദേശീയ ഗാനം ആദ്യം അറിയപ്പെട്ടിരുന്ന പേരാണ് ഭാരത് വിധാന്ത. ദേശീയ ഗീതം. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ്. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ച ഭാഷ സംസ്കൃതമാണ്. വന്ദേ മാതരം രചിച്ചിരിക്കുന്ന രാഗമോ ദേശ് രാഗത്തില്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കൊൽക്കത്ത സമ്മേളനം 1896. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് അരവിന്ദ ഘോഷാണ്. വന്ദേ മാതരം തമിഴിലേക്ക് വിവർത്തനം ചെയ്തതോ സുബ്രഹ്മണ്യ ഭാരതി. 1947 ഓഗസ്റ്റ് 15-ന് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ വന്ദേ മാതരം ആലപിച്ച വനിതയാണ് സുജയന്ത കൃപലാനി. അടുത്ത നമ്മുടെ ദേശീയ കലണ്ടർ. ഇതൊക്കെ ഇപ്പൊ നമ്മൾ പഠിച്ചു പോയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോകുന്നത്. എന്താണ് ഒന്നും കൂടി നിങ്ങളുടെ മൈൻഡിൽ നിൽക്കാൻ വേണ്ടി. വളരെ ചെറിയൊരു ടോപ്പിക് അല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇത്രയും ചെറിയ ടോപ്പിക് ആണെങ്കിൽ കൂടി അതിൽ നല്ലോണം പഠിക്കാൻ ഉണ്ടായതുകൊണ്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. കാരണം അധികം ചോദിക്കുന്നത് കൊണ്ട് കേട്ടോ. ദേശീയ കലണ്ടർ. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശകവർഷം. ശകവർഷം ആരംഭിച്ച ഭരണാധികാരി കനിഷ്കൻ. ശകവർഷം ആരംഭിച്ചത് AD 78. ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രം. ശകവർഷത്തിലെ ചൈത്രമാസം ഗ്രിഗേറിയൻ കലണ്ടറിൽ ആരംഭിക്കുന്നത് മാർച്ച് 21 അതിവർഷമായിട്ടും മാർച്ച് 22 സാധാരണ വർഷമായിട്ടും. ശകവർഷത്തിലെ അവസാന മാസമാണ് ഫൽഗുനം. അടുത്തത് ദേശീയ ഭാഷ. ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദിയാണ്. ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാണെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 343(1). ഹിന്ദി ഭാഷയുടെ ലിപിയാണ് ദേവനാഗരി. INC-യുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി തെരഞ്ഞെടുത്ത കോൺഗ്രസ് സമ്മേളനമാണ് കാൺപൂർ സമ്മേളനം 1925. അടുത്തത് ദേശീയ മൃഗമാണ്. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു? റോയൽ ബംഗാൾ കടുവ. പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച വർഷമാണ് 1973. പ്രൊജക്ട് ടൈഗർ ആദ്യമായി നടപ്പിലാക്കിയ നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. അന്താരാഷ്ട്ര കടുവാ ദിനമോ ജൂലൈ 29-ന്. വെള്ള കടുവകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് നന്ദൻഗനാൻ ഒഡീഷയില്. അടുത്ത ദേശീയ ജലജീവിയാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. ഗംഗാ ഡോൾഫിൻ പ്രാദേശികമായി അറിയപ്പെടുന്ന പേരാണ് സുസു. ദേശീയ പൈതൃക മൃഗം. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആന. പ്രൊജക്ട് എലിഫന്റ് നിലവിൽ വന്ന വർഷം 1992. അടുത്തതായിട്ട് ദേശീയ നദി. ഇന്ത്യയുടെ ദേശീയ നദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി, ഇന്ത്യയിലെ പുണ്യ നദി. ഇതൊക്കെ ഏതാണ്? ഗംഗയാണ്. ഗംഗാ നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് നമാമി ഗംഗ 2014.
ദേശീയ പ്രതിജ്ഞ. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത് ആരായിരുന്നു? പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു. തെലുങ്ക് ഭാഷയിലാണ് വെങ്കിട്ട സുബ്ബറാവു ഇന്ത്യൻ സത്യപ്രതിജ്ഞയ്ക്ക് ആസ്പദമായ വരികൾ ആദ്യമായി എഴുതി തയ്യാറാക്കിയത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുമാണ്. നല്ലതുപോലെ പഠിക്കുക, നല്ലതുപോലെ മനസ്സിലാക്കുക. എന്താണ് ഇതിൽ ഒരു പോയിന്റ് പോലും അധികമാവുന്നില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ എന്താണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും വ്യക്തമായി എന്ന് കരുതുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.